എല്ലാവർക്കും സാദര നമസ്കാരം. ആത്മാന്വേഷണത്തിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാം ജീവിതത്തിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വ്യത്യസ്തങ്ങളായ രീതിയിലാണല്ലോ. സ്നേഹപ്രകടനത്തിന് ഏത് രീതിയാണ് കുറ്റമറ്റത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ഒരിക്കൽ ഒരു വീട്ടിലൊരു പിതാവ് ക്രിസ്തുമസ് ട്രീ ഒരുക്കുന്നതിനായി കുറേ വർണ്ണക്കടലാസുകൾ വാങ്ങിവെച്ചിരുന്നു. ക്രിസ്തുമസ് കാലം സമാഗതമാവുകയാണ്. ക്രിസ്തുമസിന് ട്രീ അലങ്കരിക്കണം. അതിനുവേണ്ടി അദ്ദേഹം വർണ്ണക്കടലാസുകൾ വാങ്ങി സൂക്ഷിച്ചു വെച്ചിരുന്നു. പിന്നീട് സമയം കിട്ടുമ്പോൾ അവ എടുത്ത് വെട്ടി ക്രിസ്മസ് ട്രീയും മറ്റും അലങ്കരിക്കാമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഫ്രീ ആയി വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, തൻ്റെ ഇളയ മകൾ ആ വർണ്ണക്കടലാസുകളെല്ലാം എടുത്ത് വെട്ടി മുറിച്ച് കഷ്ണങ്ങളാക്കി എന്തൊക്കെയോ ചെയ്യുന്നതാണ്. അത് കണ്ട് ആ പിതാവിന് ദേഷ്യം തോന്നി. അദ്ദേഹം ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, നീ എന്താണ് ഈ കാണിക്കുന്നത്? ഈ കടലാസുകളൊക്കെ നീ മുറിച്ച് നശിപ്പിച്ചു കളഞ്ഞല്ലോ. ഇത് ക്രിസ്മസ് ട്രീ ഒരുക്കാൻ വേണ്ടി ഞാൻ വാങ്ങി വെച്ചിരുന്നതല്ലേ. ഇങ്ങനെ കുട്ടികൾ കുസൃതി കാണിക്കരുത്. അത് കേട്ടപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വർണ്ണക്കടലാസുകൾ മുറിച്ച് കളഞ്ഞതല്ല, പപ്പയ്ക്ക് വേണ്ടി ഞാൻ ഒരു ക്രിസ്തുമസ് സമ്മാനം തയ്യാറാക്കുകയായിരുന്നു. അയാൾ നോക്കിയപ്പോൾ ഒരു ബോക്സിന്റെ പുറത്ത് അവൾ ഈ വർണ്ണക്കടലാസുകൾ ഒട്ടിച്ച് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്ന് ക്രിസ്തുമസ് ദിനമെത്തി. ആ കുട്ടി ആ ബോക്സുമായി പപ്പയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതാ ഞാൻ പപ്പയ്ക്ക് വേണ്ടി തരുന്ന ക്രിസ്തുമസ് സമ്മാനമാണ്. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി ആ ബോക്സ് വാങ്ങി അത് തുറന്നു നോക്കി. അത് തുറന്നപ്പോൾ അതിനുള്ളിൽ ഒന്നുമില്ലായിരുന്നു. ശൂന്യമായൊരു ബോക്സ് ആയിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ദേഷ്യം ഇരട്ടിച്ചു. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, ഇങ്ങനെ ആരെയും കബളിപ്പിക്കരുത്. നല്ല ഒരു ദിവസമായിട്ട് ഈ ക്രിസ്മസ് പ്രഭാതത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞ പെട്ടി കൊടുത്തുകൊണ്ട് സമ്മാനമാണ്, ക്രിസ്മസ് ഗിഫ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ആരെയും കബളിപ്പിക്കാൻ പാടില്ല. അതൊരു നല്ല സ്വഭാവമല്ല. അത് നല്ല കുട്ടികൾക്ക് ചേർന്ന ലക്ഷണവുമല്ല. ഇത് കേട്ട് വളരെ സങ്കടത്തോടുകൂടി ആ കുഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, ആ ബോക്സിനുള്ളിൽ നിറയെ ഞാൻ പപ്പയ്ക്ക് വേണ്ടി 100 ഉമ്മകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. അത് ഒഴിഞ്ഞ പെട്ടിയല്ല. അതിനകത്ത് നിറയെ എൻ്റെ സ്നേഹത്തിൻ്റെ ഉമ്മകളാണ് അതിലുള്ളത്. അത് പപ്പ എടുത്തുകൊള്ളൂ, അതിനുവേണ്ടിയാണ് ഞാനത് തന്നത്. അവളുടെ ചെറിയ മനസ്സിൻ്റെ സ്നേഹസങ്കല്പങ്ങളെ പറ്റി ഓർത്തപ്പോൾ അദ്ദേഹത്തിന് താൻ അവളോട് ദേഷ്യപ്പെട്ടത് തെറ്റായിപ്പോയി എന്ന് തോന്നി. അദ്ദേഹം അവളെ അടുത്ത് ചേർത്ത് പിടിച്ചു. അങ്ങനെ കുറേ കാലം കടന്നുപോയി. പിന്നീട് മറ്റൊരു ക്രിസ്മസ് കാലം ആഗതമായി. അപ്പോൾ ഇതിനിടയ്ക്ക് ഏതോ ഗുരുതര രോഗം ബാധിച്ച് ആ കുഞ്ഞ് ഈ ലോകത്തു നിന്നും യാത്രയായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ പിതാവ് അടുത്ത ക്രിസ്മസ് ദിനത്തിൽ ആ ബോക്സ് തുറന്നു. ആ ബോക്സ് തുറന്നപ്പോൾ അതിനുള്ളിൽ നിന്നും അവളുടെ ഗന്ധമുള്ള, അവളുടെ ശ്വാസത്തിൻ്റെ നിശ്വാസത്തിൻ്റെ മണമുള്ള ആ ബോക്സിനകത്തു നിന്നും അവൾ കരുതി വച്ച സ്നേഹത്തിൻ്റെ സമ്മാനം അയാൾ സ്വന്തം നാസികയിൽ കൂടി ഉള്ളിലേക്ക് ഉൾക്കൊണ്ടു. സുഹൃത്തുക്കളെ, ഇങ്ങനെയാണ് സ്നേഹം എപ്പോഴും എവിടെയും വിതരണം ചെയ്യപ്പെടുക. അതിന് നിയതമായ ആകൃതിയില്ല, അതിന് നിശ്ചിതമായ നിയമങ്ങളില്ല, അതിന് പ്രത്യേകമായ സ്റ്റൈലോ രൂപമോ രീതികളോ ഒന്നുമില്ല. ഓരോരുത്തരും അവരവരുടെ മനസ്സിൻ്റെ ഭാവമനുസരിച്ചാണ് സ്നേഹം പ്രകടിപ്പിക്കുക. നാം അത് കാണാതെ പോകരുത്. നമ്മുടെ വീടുകളിലുള്ള വൃദ്ധജനങ്ങളോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ അവശത അനുഭവിക്കുന്ന ആളുകളോ ഒക്കെ നമ്മോട് സ്നേഹം കാണിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലായിരിക്കും. അവയെ നാം നമ്മുടേതായ സ്നേഹത്തിൻ്റെ മാനദണ്ഡം ഉപയോഗിച്ച് അളക്കരുത്. നമ്മുടെ മനസ്സിൻ്റെ സ്കെയിൽ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ വികാരങ്ങളെ, മറ്റുള്ളവരുടെ വികാര പ്രകടനങ്ങളെ, സ്നേഹോഷ്മളതയെ അളക്കാൻ പാടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സ്നേഹത്തെ അവരുടെ തലത്തിൽ നിന്ന് തന്നെ നോക്കിക്കാണാനും ഉൾക്കൊള്ളാനും ഉള്ള ഒരു ആന്തരികമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ഈ ഒരു വിഷയം ഏവരുടെയും അറിവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്
നിർത്തട്ടെ. നമസ്കാരം.